പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതലെന്ന് ഒന്നേക്ക് തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂർ ആലുക്കൽ കോർ എപ്പിസ്കോപ്പർ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ കുറച്ച് മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിന് മറുപടി എന്നോണം ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി. ക്രിസ്ത്യൻ ക്ലബ് ഹൗസിലെ ചാനലാണത്. ദൈവത്തിൻ്റെ അമ്മയുണ്ടോ, ആ മറിയം ദൈവമാതാവാണോ എന്നാണ് വീഡിയോൻ്റെ ഹെഡിങ്. അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ദൈവത്തിന് ആദിയിൽ അമ്മയില്ലായിരുന്നു. പുത്രൻ ജനിക്കുന്നത് മാതാവില്ലാതെ പിതാവിൽ നിന്ന് മാത്രമാണ്. ഇവിടെ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അതിനെപ്പറ്റിയാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഒരു 12 ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കുകയാണ്. അതിന് ഉത്തരം കിട്ടുമ്പോൾ പിന്നെ വിശദമായി ഞാൻ മറുപടി പറഞ്ഞോളാം. ഓരോ ചോദ്യത്തിനും ബൈബിൾ റെഫറൻസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം: മറിയം യേശുവിനെ പ്രസവിച്ചതിന് ശേഷമാണോ ദൈവപുത്രനായത്? ലൂക്കോസ് 1:35. 2. വചനം മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ലൂക്കോസ് 1:26. 3. വചനം ജഡമായത് മറിയാമിൽ നിന്നല്ലെങ്കിൽ പിന്നെ എന്തിന് ദൈവം മറിയാമിനെ തിരഞ്ഞെടുത്തു? ലൂക്കോസ് 1:26. ഗർഭം ധരിക്കുമ്പോൾ മറിയാമിൻ്റെ ശരീരവും രക്തവും എടുത്തിട്ടില്ലേ? ലൂക്കോസ് 1:31. മറിയാമിൻ്റെ ശരീരവും രക്തവും വചനം ജഡമായപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ പിതാവിന് ഒരു ശിശുവിനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലാക്കി ഇവൻ ദൈവപുത്രനും മനുഷ്യപുത്രനുമാണെന്ന് പറഞ്ഞാൽ പോരെ? എൻ്റെ റെഫറൻസ് ലൂക്കോസ് 1:31 5-ാമത്തെ ചോദ്യം: വചനം മറിയാമെന്ന ജഡം ധരിച്ചത് കൊണ്ടല്ലേ യേശു ദൈവപുത്രനും മനുഷ്യപുത്രനുമായത്? ലൂക്കോസ് 1:31. 6. ദൈവവും മനുഷ്യനുമായവ അവന് മാത്രമല്ലേ യഥാർത്ഥ മധ്യസ്ഥനാകാൻ പറ്റൂ? ദൈവവും മനുഷ്യനുമായവന് മാത്രമല്ലേ യഥാർത്ഥ മധ്യസ്ഥനാകാൻ പറ്റൂ? 1 തീമോഥെയോസ് 2:7 അതുണ്ട്. ഒത്തിരി വായിക്കുമ്പോൾ അത് മനസ്സിലാവും. 7. ദൈവവും മനുഷ്യനുമായവർ മാത്രമല്ലേ ലോകത്തിന് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ? 1 തീമോഥെയോസ് 2:7. 8. എലിസബത്ത് യേശു മനുഷ്യനായ എലിസബത്ത് മറിയാമിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പറയുന്നത് ദൈവനിഷേധമല്ലേ? ലൂക്കോസ് 1:43. 9. ഗബ്രിയേൽ മാലാഖ വഴി വചനം മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചില്ലേ? ലൂക്കോസ് 1:31. 10. ദൈവവും മനുഷ്യനുമായ
മായവനെ മറിയാം 9 മാസം ഗർഭത്തിൽ വഹിച്ചെങ്കിൽ അവൾ ദൈവമാതാവല്ലേ? ലൂക്കോസ് 1:31. ചോദ്യം 11. മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് വചനത്തിൻ്റെ ദൈവത്വം മറിയാമിൻ്റെ മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടില്ലേ? മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് വചനത്തിൻ്റെ ദൈവത്വവും മറിയാമിൻ്റെ മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടില്ലേ? ലൂക്കോസ് 1:31. ദൈവത്തിന് വേദന ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അല്ലെങ്കിൽ അവൻ വെറും വിഗ്രഹമാകുകയില്ലേ? ഇങ്ങനെ 12 ചോദ്യങ്ങളാണ്. പെന്തക്കോസ്ത് സമൂഹങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതിന് മറുപടി പറയാം. മറുപടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കുള്ള മറുപടി പറയുന്നതായിരിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.